friends, ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഗ്രീൻ സ്മൂത്തി റെസിപ്പിയാണ്. വെൽക്കം ടു ഹെൽത്തി ബൈറ്റ്സ്. അപ്പോൾ നമ്മുടെ ഈ സ്മൂത്തി ഡെയിലി ഓരോ ഗ്ലാസ് വെച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി ആൽക്കലൈൻ ആകാൻ ഒരുപാട് സഹായിക്കുന്നു. കൂടാതെ നമ്മുടെ സ്മൂത്തി റിച്ച് ഇൻ ക്ലോറോഫിൽ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. സോ നമ്മുടെ ബോഡിയിലുള്ള ഫ്രീ റാഡിക്കൽസിനെ കുറയ്ക്കുവാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ എനർജി ലെവൽ കൂട്ടുവാനും ഒക്കെ ഇത് സഹായിക്കുന്നു. കൂടാതെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വയറ് നിറഞ്ഞൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ഈ ഗുണങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് വെയിറ്റ് ലൂസിന് ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഹെൽത്തി ആയിട്ടുള്ള ഗ്രീൻ സ്മൂത്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഗ്രീൻ സ്മൂത്തിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് മെഷർമെൻറ്റിനാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം കാണിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 3-4 തണ്ട് മതിയാവും പാലക് ചീരയാണ്. ഇപ്പം സൂപ്പർ മാർക്കറ്റ്സിലും ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ് ബേബി സ്പിനച്ച് എന്ന് പറഞ്ഞിട്ട്. അതിൽ കൂടുതൽ ക്ലോറോഫില്ലിൻ്റെ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അത് കിട്ടുമെങ്കിൽ നിങ്ങൾ ഈ സ്മൂത്തീസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ബേബി സ്പിനച്ച് എടുക്കുക. പാലക് ചീര ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതൊരു 4 തണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കറുവാപ്പട്ട ഒരു കുഞ്ഞു കഷ്ണം എടുത്തിട്ടുണ്ട്. കറുവാപ്പട്ടയുടെ പൊടി ഉണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടെ നല്ലത്. അതും ഒരു നുള്ളിട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ഒരു മാമ്പഴം ഞാൻ മൊത്തം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിന് എപ്പോഴും ശ്രദ്ധിക്കുക, ചീരയെക്കാട്ടിലും കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് ഫ്രൂട്ട്സ് ആണ്. അപ്പം എന്താ ഞാൻ മാമ്പഴം ഇവിടെ ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഞാലിപ്പൂവൻ പഴം വളരെ ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും. ഒരു 2 ഞാലിപ്പൂവൻ പഴം എടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ഈ മാമ്പഴവും അതുപോലെ തന്നെ ഈ ഞാലിപ്പൂവൻ പഴവും എടുക്കുമ്പം എപ്പോഴും ഫ്രീസറിൽ വെച്ചിട്ട് നല്ലതായിട്ട് കട്ടിയായിട്ട് ഫ്രോസൺ ആക്കിയിട്ട് യൂസ് ചെയ്താൽ ഒന്നുകൂടെ നന്നായിരിക്കും. അപ്പോൾ നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് അരച്ച് നമ്മുടെ സ്മൂത്തി റെഡിയാക്കാം. അപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ഒരു ജ്യൂസർ കപ്പ്, വലിയ കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ പാലക് ചീര ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പാലക് ചീരയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ലോ ഇൻ കലോറിയാണ്. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന്, സ്കിന്നിന്, വെയിറ്റ് ലോസിന്, അതുപോലെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ, ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനൊക്കെ ഇത് ഒരുപാട് സഹായിക്കും. പിന്നെ ഇതാ നമ്മുടെ മാമ്പഴം ഇട്ട് കൊടുക്കുകയാണ്. മാംഗോനെ പറ്റി പറയുകയാണെങ്കിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ലോ ഫാറ്റ് ആണ്. പിന്നെ നമ്മുടെ ഡൈജഷനൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ വൈറ്റമിൻ സി ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഞാലിപ്പൂവൻ പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മളിനി എക്സ്ട്രാ പഞ്ചസാര ഒന്നും ഒരിക്കലും ആഡ് ചെയ്യാൻ പാടില്ല. കാരണം ഇതിന് തന്നെ ഇപ്പോൾ ഈ പഴത്തിൽ നിന്നും ഈ മാംഗോയിൽ നിന്നും നമുക്ക് ഓൾറെഡി ആവശ്യമുള്ള മധുരം കിട്ടും. പോരാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഹണി ആഡ് ചെയ്താൽ മതിയാവും, തേൻ ഒഴിച്ചാൽ മതിയാവും. ഞാനിവിടെ ഒരു കുഞ്ഞേഷന് കറുവാപ്പട്ടയും കൂടി ആഡ് ചെയ്യുകയാണ്. നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ, ഡൈജഷനും അതുപോലെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനൊക്കെ ഇത് ഒരുപാട് സഹായിക്കും. ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് മെഷർമെൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അതുകൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു 3/4 ഭാഗമേ ഒഴിക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യണം. 2-3 പീസ് ഐസ് ക്യൂബ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചിയ സീഡ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡും അതുപോലെ ഫൈബറും പ്രോട്ടീനൊക്കെ ഇത് ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും കാഷ്യൂ നട്ട്സോ ആൽമണ്ട്സോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. കാരണം നമുക്കിത് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. കുറച്ച് ഫ്രൂട്ട്സ് കൂടെ എക്സ്ട്രാ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്തും കഴിക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഗ്രീൻ സ്മൂത്തി തയ്യാറാക്കാൻ ഇത്ര എളുപ്പമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ഗുഡ് ബൈ.